Sound of السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. കഴിഞ്ഞ ഖുർആൻ പഠന സീരീസിൽ അൽ ബഖറ സൂറത്തിൽ 73 73 ആയത്തുകൾ പറഞ്ഞു അല്ലേ? 73ാമത്തെ ആയത്ത് 72ാമത്തെ بسم الله الرحمن الرحيم. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. നിങ്ങളിൽ ഒരാളെ വധിക്കുകയും എന്നിട്ട് കൊലക്കുറ്റം അന്യോന്യം ആരോപിക്കുകയും ചെയ്ത സംഭവം ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ഒളിച്ചു വെക്കുന്നതിനെ വെളിക്ക് കൊണ്ടുവരാൻ അള്ളാഹു തീരുമാനിച്ചിരുന്നു. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. كذلك يحيي الله الموتى. يحيي الله الموتى. ആ സമയം നാം കൽപ്പിച്ചു, വധിക്കപ്പെട്ടവന്റെ ജഡത്തെ ഒരു ഭാഗം കൊണ്ട് അടിക്കുക. നോക്കുക, ഇவ்விதം അല്ലാഹു മൃതദേഹങ്ങളെ ജീവിപ്പിക്കുന്നു. നിങ്ങൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്നു, നിങ്ങൾ ഗ്രഹിക്കുന്നതിനു വേണ്ടി. ഇസ്രായേലിൽപ്പെട്ട ഒരാളെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ബന്ധു വധിച്ച കാര്യം, അത് അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവന്ന കാര്യം ആണ് പറഞ്ഞത് അല്ലേ? ഇനി അടുത്ത ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. ثم قست قلوبكم. ثم പിന്നീട് കസ്വത്ത് കാഠിന്യം, കസത്ത് കുലൂബുക്കും കൽബ് ഹൃദയം, അതിന്റെ ജമ്മ കുലൂബ്. പിന്നീട് നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനതരമായി, കാഠിന്യമുള്ളതായി. മിംബഅദിദാലിക, അതിനുശേഷം. ഫഹിയ, അത് ആ ഹൃദയങ്ങൾ കൽ ഹിജാറ, ഹിജാറത്ത്, ഹജർ കല്ല്, ഹിജാറത്ത് ജമാണ്, അത് കല്ലുകളെ പോലെയായി. അഷദ്ദു ഖസ്വ, അല്ല അതിനേക്കാൾ കഠിനതരമായി, അതിനേക്കാൾ കാഠിന്യമുള്ളതായി. കല്ലുകൾ അല്ലെങ്കിൽ പാറകളെ പോലെ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി, അല്ലെങ്കിൽ പാറകളെക്കാൾ ഏറെ കടുത്തുപോയി എന്ന് അള്ളാഹു പറയണം. അതല്ല, പാറകളെക്കാൾ കടുത്തുപോയി. കല്ലുകൾ, പാറകളെക്കാൾ കടുത്തത് എന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹു പിന്നെ അള്ളാഹുവിന് കാരണം പറയണം. ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. കാരണം എന്താ? കല്ലുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പാറകളുടെ കൂട്ടത്തിലുണ്ട് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്ന് നീരുറവ പൊട്ടിയൊഴുകിയിട്ടു നദികളായി ഒഴുകുന്ന പാറകളുണ്ട്. പാറകളിൽ നിന്ന് വലിയ മലകളിലെ, വലിയ കുന്നുകളിലെ, വലിയ മലകളിലെ പാറകളിൽ നിന്ന് അല്ലേ, കല്ലുകളിൽ നിന്ന്, പാറകളിൽ നിന്ന് ജലം പൊട്ടിയൊഴുകിയിട്ട് അത് അരുവികളായി, നദികളായി പോകുന്നുണ്ട് അല്ലേ? അപ്പൊ പാറകൾ പോലും സോഫ്റ്റ് ആണ് അർത്ഥം ഇവരുടെ ഹൃദയങ്ങളെ അപേക്ഷിച്ച് അല്ലേ? അപ്പം അതുകൊണ്ടാണ് അഷദ്ദു ഖസ്വ, അല്ല പാറകളെക്കാൾ, കല്ലുകളെക്കാൾ കാഠിന്യമുള്ള ഹൃദയങ്ങളായി പോയി. ഇനിയും വേറൊരു തരം പാറകളുണ്ട്. ആ പാറകൾ അവർ അത് പൊട്ടും, പിളരും
എന്നിട്ട് ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന് വെള്ളം പുറത്തു വരും. ചില പാറകളിൽ നിന്ന് വരുന്ന വെള്ളം അത് കൂടുതലായി വന്നിട്ട് അത് ഒഴുകി നദിയായി പരിണമിച്ച് നദിയായി ഒഴുകും, പുഴകളായിട്ട് ഒഴുകും. നെഹ്ർ എന്ന് പറഞ്ഞാല് പുഴ, അൻഹാർ പുഴകൾ. അതാണ് വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, പുഴകൾ ഒഴുകുന്നു അല്ലേ. ചില പാറകളിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകും. ചില പാറകൾ പൊട്ടിപ്പിളർന്നിട്ട് അതിൽ നിന്ന് വെള്ളം പുറത്തു വരും. അത് ചിലപ്പോൾ ഒഴുകി പോവില്ല, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അങ്ങനെയുള്ള പാറകളുണ്ട്. ഇനി വേറൊരു തരം പാറകളുണ്ട്. ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്, ഖശ്യത്ത് ഭയം, അല്ലാഹുവിലുള്ള ഖുശൂ, അല്ലാഹുവിലുള്ള ഖശ്യത്ത് കാരണമായിട്ട് ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിലുള്ള ഭയം കാരണമായി ചില പാറകൾ വലിയ മലകളുടെ മുകളിൽ നിന്ന് താഴോട്ട് പതിക്കും. താഴോട്ട് വലിയ കല്ലുകൾ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമല്ലോ, കേട്ടിട്ടില്ലേ? അല്ലാഹു അല്ല ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അമല് പറഞ്ഞാ പ്രവൃത്തി, പ്രവൃത്തി ഇൽമാണ് പ്രവൃത്തി. അക്ഷരം അങ്ങോട്ട് കൂടി മാറി അല്ലേ? നീ പറഞ്ഞ അക്ഷരം മാറി. അമല് എന്താണ്? പ്രവൃത്തി. ഇൽമ എന്താണ്? ഇൽമാണ് അറിവ്. ഇൽമ് പ്രവൃത്തിയല്ല, ഇൽമ് അറിവ്. ഇൽമ് അമല്, അക്ഷരം മാറി അങ്ങോട്ട് വിട്ടു അല്ലേ? അല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹു അശ്രദ്ധനല്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. അല്ലാഹു തഫ്സീർ ഇബ്നു കസീർ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് എങ്ങനെ, എന്താണ് ഇങ്ങനെ ഇസ്രായേലിനെ വിമർശിക്കുന്നത് എന്താണ്? യഖൂലു തആല തൗബീഖൻ ലിബനി ഇസ്രായീല വതഖ്രിഅൻ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളെ, ഇസ്രായേലിനെ വിമർശിക്കുന്നത്, ഇവരെ കുറ്റപ്പെടുത്തുന്നത് എന്താണ്? അലാമാ ഷാഹദൂഹു, അവർ സാക്ഷികളായതിന്റെ പേരിൽ, മിൻ ആയാത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, വഇഹ്യാഇൽ മൗതാ, എന്താ അല്ലാഹു മരിച്ച ഒരാളെ ജീവിപ്പിക്കുന്നത് അവർ നേരിൽ കണ്ട് അല്ലേ? അതുപോലെ നിരവധി ആയാത്തുകൾ, മന്ന, സെൽവ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ? എല്ലാം ഖുർആനിൽ പറഞ്ഞു അല്ലേ? മുൻ ആയത്തുകളിൽ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ, ദൃഷ്ടാന്തങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ട് പോലും അവരുടെ ഹൃദയം കടുത്ത ധിക്കാരികളായി പോയി അവർ. അതാണ് അല്ലാഹു പറയാൻ കാരണം. ഫയക്കൽ ഹിജാറ, അത് കല്ലുകൾ പോലെ, അല്ലതീ ലാ തലീനു അബദ, ഒരിക്കലും സോഫ്റ്റ് ആക്കാൻ പറ്റാത്ത. വലിഹാദ, അത് ഇക്കാരണത്താൽ നഹല്ലാഹുൽ മുഅ്മിനീന അൻ മിസ്ലി ഹാലിഹിം, വിശ്വാസികളെ, മുഅ്മിനീകളെ, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അല്ലാഹു ഈ അവസ്ഥയിൽ ഇസ്രായേലിനെ പോലെ ആകരുത് എന്ന് അല്ലാഹു നിരോധിച്ചിരിക്കും. ഇസ്രായേലിയർ ചെയ്യുന്ന പോലെ അങ്ങനെ ധിക്കാരം പ്രവർത്തിക്കരുത്. ഇനി ചില ആളുകൾ, ചില പണ്ഡിതന്മാർ ഈ ഇവിടെ ഹിജാറത്ത് പോലെ, അല്ലെങ്കിൽ ഫഹിയക്കൽ ഹിജാറത്തി അവശത്തു കസ്വ, പാറകളെ പോലെ അല്ലെങ്കിൽ കല്ലുകളെ പോലെ, അതിനേക്കാൾ കടുത്തത് എന്ന് അള്ളാഹു പറഞ്ഞത് ഒരു, അതേപോലെ ഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കല്ലുകൾ, പാറകൾ അത് കുറെ കൂടി സോഫ്റ്റ് ആണ്. കാരണം അതിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകുന്നുണ്ട്, പാറ പൊട്ടി വെള്ളം ഒഴുകുന്നുണ്ട്. പാറകൾ അല്ലാഹുവിനെ ഭയത്താൽ മുകളിൽ വലിയ മലകളിൽ നിന്ന് താഴോട്ട് ആപതിക്കുന്നുണ്ട്, താഴോട്ട് പതിക്കുന്നുണ്ട്, താഴോട്ട് വീഴുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് മജാസ്, ഒരു മജാസ് രൂപത്തിൽ, ഒരു മെറ്റാഫർ, ഒരു അലങ്കാരികമായി പറഞ്ഞതാണെന്ന് ചില പണ്ഡിതന്മാർ, ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം റാസി, അതേപോലെ ഇമാം ഖുർത്തുബിയെ പോലുള്ള മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യമില്ല, അങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഖുർആനിൽ പലയിടങ്ങളിൽ ഇതേപോലെ ഈ വസ്തുക്കളെ കുറിച്ച് ഭയം, അതേപോലെ കാഠിന്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചതായിട്ട് ഖുർആനിൽ മജാസ്, മെറ്റാഫർ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചിലർ വാദിച്ചു. അത് പക്ഷേ ഖാല റാസി വൽ ഖുർതുബി വഗൈരിഹിമാ മിനൽ അഇമ്മ, ഇമാം റാസി, ഇമാം ഖുർതുബി, അതേപോലെ മറ്റുള്ള അതുപോലുള്ള അവരല്ലാത്ത ചില കുറെ ഇമാമുകളും ലാ ഹാജത ലി ഹാദ,
ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഫഇന്നല്ലാഹ യഖ്ലുഖു ഫീഹാ, അള്ളാഹു ഈ കല്ലുകളിൽ സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളിൽ. ഹാദിഹി സിഫ, ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ സ്വഭാവ സവിശേഷത, കമാ ഫി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ വാക്കിൽ ഉള്ളതുപോലെ. ഏതുപോലെ? വേറെ ആയത്തുകൾ അവർ ഇതിന് തെളിവായിട്ട് പറയാം. ഉദാഹരണം, إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. إنا عرضنا الأمانة, നിശ്ചയം നാം അമാനത്തിനെ വെളിപ്പെടുത്തി, അല സമാവാതി വൽ അർദ്, ആകാശങ്ങൾക്കും ഭൂമിക്കും വേണ്ടി, വൽ ജിബാൽ, പർവ്വതങ്ങൾ, ഫഅബൈന, അപ്പോൾ അവർ വിസമ്മതിച്ചു. അബ എന്ന് പറഞ്ഞാൽ റിഫ്യൂസ്ഡ്, വിസമ്മതിച്ചു. അൻ യഹ്മിൽനഹ, അതിനെ വഹിക്കാൻ, ക്യാരി ചെയ്യാൻ. ഫഅഷ്ഫഖന മിൻഹാ, അതവർ ഭയപ്പെട്ടു. ഫഹമലഹൽ ഇൻസാൻ, ഹമല, അതിനെ വഹിച്ചു. ആര് വഹിച്ചു? അൽ ഇൻസാൻ, ഇൻസാൻ മനുഷ്യൻ, ജനങ്ങൾ. ഇവിടെ ഇൻസാൻ എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യൻ, മനുഷ്യവർഗമാണ് അതിനെ വഹിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ ഭയം കാരണം തയ്യാറായില്ല. ആര്? ആകാശങ്ങളും ഭൂമിയും മലകളും ഒന്നും തയ്യാറായി. പക്ഷേ മനുഷ്യൻ അത് ഏറ്റെടുത്ത്, മനുഷ്യൻ വഹിച്ചു. ഇന്നഹു കാന ളുമൻ ജഹൂലാ, മനുഷ്യൻ അതിക്രമകാരിയും അജ്ഞനും ആയി. ഇപ്പൊ അവിടെ ഈ ഭൂമി, ആകാശം, മലകൾ, ഇതിനൊക്കെ അള്ളാഹു പരാമർശിച്ചിരിക്കുന്നു. അമാനത്ത്, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞ. വേറെയും അതേപോലെ ആയതുകൊണ്ട്, അതായത് ഇത് ഒരു തരത്തിൽ പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറയും. അതായത് ഈ വസ്തുക്കളെ മനുഷ്യരെ പോലെ കണ്ടുകൊണ്ട് ഉള്ള ഒരു പേഴ്സണാലിറ്റി. أَوَلَمْ يَرَوْا إِلَى مَا خَلَقَ اللَّهُ مِنْ شَيْءٍ يَتَفَيَّأُ ظِلَالُهُ عَنِ الْيَمِينِ وَالشَّمَائِلِ سُجَّدًا لِلَّهِ وَهُمْ دَاخِرُونَ وَلِلَّهِ يَسْجُدُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مِنْ دَابَّةٍ وَالْمَلَائِكَةُ وَهُمْ لَا يَسْتَكْبِرُونَ. അവരെ അവർ കാണുന്നില്ല. ഇലാമാ ഖലഖല്ലാഹു മിൻ ഷൈ, അള്ളാഹു സൃഷ്ടിച്ചതിലേക്ക്, യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇൽ, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും അതിന്റെ നിഴലുകൾ ചെരിയുന്നത് അവർ കാണുന്നു. സുജ്ജദല്ലാഹ്, അള്ളാഹുവിന് സുജൂദിലായിക്കോട്ടെ, അള്ളാഹുവിന് കീഴടങ്ങിക്കോട്ടെ. വലില്ലാഹി യസ്ജുദു, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത്. ദാബ്ബ, എല്ലാ ജീവികളും, ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാ ജീവികളും. വൽ മലായികത്തു, മലക്കുകൾ, വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം അഹങ്കരിക്കുന്നവരല്ല, കിബ്ർ നടിക്കുന്നവരല്ല. വേറെ ആയത്തിൽ സൂറ 17 44-ാമത്തെ ആയത്തിൽ തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതും അവ രണ്ടിലുമുള്ളതും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. തസ്ബീഹ് ചൊല്ലുന്ന നമ്മൾ തസ്ബീഹ് എങ്ങനെ അതൊക്കെ പറയും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലേ? അപ്പൊ നമ്മൾ തസ്ബീഹ് ചൊല്ലുന്ന പോലെ തന്നെ അങ്ങനെ ആവും ചെയ്യാം. അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുകയും അള്ളാഹുവിന്റെ ഹംദ്, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യാതെ ഒരു വസ്തുവും ലോകത്തില്ല. വലാക്കിൻ, എന്നാൽ പക്ഷേ, ലാ തഫ്ഖഹൂന തസ്ബീഹഹും, ആ വസ്തുക്കളുടെയൊന്നും തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവർ തസ്ബീഹ് അവർ സംസാരിക്കുന്നില്ല പറ്റില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, നിശ്ചയം അല്ലാഹു ഹലീമും ഗഫൂറുമാണ്. അൽ ഹലീം അൽ ഗഫൂർ ഒക്കെ പഠിച്ചാണ്. ഗഫൂർ പൊറുക്കുന്നത്. വേറെ ഒരായത്തിൽ അല്ലാഹു ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها
قالتا أتينا طائعين ثم استوى إلى السماء. അള്ളാഹു സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നീട് അള്ളാഹു ആകാശത്തിലേക്ക് വഹിയ ദുഹാൻ, ആകാശം പുകം ആയിട്ടിരിക്കുക. ഫഖാല ലഹാ, അള്ളാഹു ആകാശത്തോട് പറഞ്ഞു, വലിൽ അർള്, ഭൂമിയോടും പറഞ്ഞു, ഇഅ്തിയാ, ഇഅ്തിയാ, രണ്ടുപേരോടും നിങ്ങൾ വരൂ, തൗഅൻ ഔ കർഹാ, സ്വമനസ്സോടെ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട്. കാലത്താപ, ആകാശം ഭൂമിയും കൂടെ പറഞ്ഞു, രണ്ടുപേരും കൂടെ പറഞ്ഞു, അതൈന, ഞങ്ങൾ വന്നിരിക്കുന്നു, ത്വാഇഈൻ, മനസ്സോടെ അനുസരണയോടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ഒരായത്തില് സൂറത്ത് 59 സൂറത്തില് അല്ലാഹു പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون. لو أنزلنا هذا القرآن, ഈ ഖുർആൻ നാം അവതരിപ്പിച്ചിരുന്നെങ്കിൽ അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ പുറത്ത്, ലറഅയ്തഹു, താങ്കൾക്ക് കാണാമായിരുന്നു, ഖാശിഅൻ, അല്ലാഹുവിനുള്ള ഭയഭക്തിയാൽ, മുസ്തസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനുള്ള ഭയഭക്തിയാൽ അത് പേടികൊണ്ട് അത് പ്രകമ്പനം കൊള്ളുമായിരുന്നു. വത്തിൽക്കൽ അംസാൽ, ഇത്തരം ഉദാഹരണങ്ങൾ നദരിബുഹാ, അല്ലാഹു പറഞ്ഞു വെക്കുന്നു, ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി, ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരായേക്കാൻ വേണ്ടി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയെ കുറിച്ച് പറഞ്ഞതായിട്ടുണ്ട്. ഹദാ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, ഈ മല നമ്മെ സ്നേഹിക്കുന്നു, നാം ഈ മലയെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതി സ്നേഹം കൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നി, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വേറെ ഹദീസിൽ സഹീഹ് മുസ്ലിം ഉദ്ധരിച്ചത്, ഇന്നി ലഅരിഫു ഹജറൻ ബി മക്ക, മക്കയിലുള്ള ഒരു കല്ലിനെ കുറിച്ച് എനിക്കറിയാം, പാറയെ കുറിച്ച് എനിക്കറിയാം. കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബഅസ, ഞാൻ നബിയായി അയക്കപ്പെടുന്നതിന് മുമ്പ് അത് എന്നോട് സലാം പറഞ്ഞിരുന്നു. ഇന്നി ലഅരിഫുൽ ആൻ, ഇപ്പോ എനിക്ക് അതിന് തിരിച്ചറിയാൻ പറ്റും എന്ന് നബി പറഞ്ഞതായിട്ട്. ഇനി ഈ ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് തഫ്സീർ ഇബ്നു കസീർ പറയാം. ഫസ്വാറത്തു ഖുലൂബ് ബനി ഇസ്രായീല മാ തൂലിൽ അമദ് ഖാസിയതൻ ബഗീദതൻ അനിൽ മൗഇദ ബഅദമാ ഷാഹദുഹു മിനൽ ആയാതി വൽ മുഅ്ജിസാത്ത്. സ്വാറത്തു ഖുലൂബ് ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളുടെ ഹൃദയങ്ങൾ ആയി. സ്വാറ എന്ന് പറഞ്ഞാൽ ആയി, കന ആയിരുന്നു, അതെ, സ്വാറ ആയി, കാനാ സ്വാറ, ബാത്ത അംസ അദ്ഹ എന്നൊക്കെ പറഞ്ഞിട്ട് കാനാ ഖവാത്ത് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പഠിച്ചില്ല, പഠിക്കാൻ. തൂരിൽ അമദ്, കാലക്രമേണ, കുറെ കാലങ്ങൾ ആയപ്പോ അവരുടെ ഹൃദയങ്ങൾ എന്തായിപ്പോയി, ഖാസിയത്തൻ, ഖസ്വത്തുള്ളവനാണ്, ഖാസിയത്ത്, കാഠിന്യമുള്ള ഹൃദയങ്ങളായിപ്പോയി. ബഗീദതൻ അനിൽ മൗഇദ, ഉപദേശങ്ങൾ, മൗഇദത്തൊന്നും വഅദൊന്നും അങ്ങനെ ചെവിക്കൊള്ളാതെ, വഅദൊന്നും അവിടെ ഏൽക്കാതായി. ബഅദമാ ഷാഹദുഹു മിനൽ ആയാതി വൽ മുഅ്ജിസാത്ത്, ഈ മൂസാ നബി അലൈഹിസ്സലാം മുഖേന അവർക്ക് ഉണ്ടായ മുഅ്ജിസത്തുകൾ, അവർക്ക് കാണിക്കപ്പെട്ട വെളിവാക്കപ്പെട്ട മുഅ്ജിസത്തുകൾ, അമാനുഷിക സിദ്ധികൾ, അസാധാരണ സംഭവങ്ങൾ, അൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങളൊക്കെ അവർ വിറ്റ്നസ് ചെയ്തു, അവർ സാക്ഷിയായി എങ്കിൽ പോലും അതിനുശേഷവും അവരുടെ ഹൃദയങ്ങൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്താണ്, കടുത്തുപോയി, ഹൃദയങ്ങൾ കഠിനതരമായി പോയി. ഫഹിയ ഫി ഖസ്വതിഹ, അത് അതിന്റെ കാഠിന്യത്തിൽ, ലാ ഇലാജ ലിലൈനിഹ, ഇലാജ് എന്ന് പറയുന്നത് ഇലാജ്, ചികിത്സ, ഇലാജ് ചികിത്സ, ചികിത്സ, ട്രീറ്റ്മെന്റ്. അപ്പൊ അതിന്റെ ഹൃദയം, അവരുടെ ഹൃദയം സോഫ്റ്റ് ആക്കാനുള്ള ഒരു ചികിത്സയില്ല. അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ ഈ പാറയെക്കാളും ഉറച്ച, പാറയെക്കാളും കഠിനമായ ഹൃദയമായി മിനൽ ഹിജാറ, അതായത് അശദ്ദു ഖസ്വതൻ മിനൽ ഹിജാറ, അശദ്ദു മിനൽ ഹിജാറ, പാറകളെക്കാളും കടുത്തുപോയി. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം, ഫഇന്ന മിനൽ ഹിജാറതി, കാരണം പാറകളുടെ കൂട്ടത്തിലുണ്ട് മാ യതഫജ്ജറു മിൻഹൽ ഉയൂനു ബിൽ അൻഹാരിൽ ജാരിയ, അരുവികളായിട്ട് വെള്ളം പൊട്ടി ഒഴുകിയിട്ട് അത് ഒഴുകുന്ന നദികളായി മാറുന്ന അത്തരം ചില പാറകളുണ്ട്. പാറകളിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകിയിട്ട്
അരുവികൾ, സ്ട്രീംസ്. ഒയ്യൂൻ, അയിനും ജമ്മു ഒയ്യൂൻ. അയിന് നിറന്ന കണ്ണ് നടത്തണ്ട്, ശരി തന്നെ. പിന്നെ അരുവി, കണ്ണിങ്ങനെ പൊട്ടി ഒഴുകുമല്ലോ. അതുകൊണ്ടാ കണ്ണിന് പേര്. കണ്ണിന് അയിനെന്ന് പേര് ഇറങ്ങി കേട്ടോ. അരുവിക്കും അയിനും ഒഴിയൂൻ കേട്ടോ. എന്റെ ജമ്മാണ് ഒഴിയൂൻ. കണ്ണിനും അയിനും തന്നെ പറയാം. അതിന്റെ ജമ്മ തന്നെ കേട്ടോ. എന്താണ് ഒഴിയൂൻ? അയിനും ജമ്മും ഒഴിയൂൻ. ഇവിടെ അരുവികള്. ബിൽ അൻഹാറുൽ ജാരിയ. പിന്നെ ഈ അരുവികൾ എന്തായി മാറും? അൻഹാറുൽ ജാരിയ. ജാരിയ ജാരിയ ഒഴുകുന്ന, ജറിയുൽ മാ, അല്ലേ, വെള്ളം ഒഴുകുന്നതിന് പറയും. വമിന്ന, ഇനി വേറെ ചില പാറകൾ ഈ പാറ അങ്ങ് പൊട്ടും, പിളരും. ഫയഖ്റുജു മിൻഹുൽ മാ, ഖറജ, അതിൽ നിന്ന് പുറപ്പെടും എന്ത്? അൽ മാ, വെള്ളം പുറപ്പെടും. വൈലം യകുൻ ജാരിയ, അത് ഒഴുകുന്നൊന്നുമില്ല, ഒഴുകാതെ അവിടെ തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കും. വമിന്ന, ഇനി വേറെ ചില പാറകൾ അതിലുണ്ട്. മാ യഹ്ബിതു മിൻ റഅ്സിൽ ജബൽ. ജബൽ ജബൽ മല, മലയുടെ ഉച്ചിയിൽ നിന്ന്. റഅ്സ് എന്ന് പറഞ്ഞാ റഅ്സ് നേരെ അർത്ഥം പറയാ തല, 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 മലയുടെ തല, മലയുടെ ഉച്ചിയിൽ നിന്ന് പൊട്ടിയൊഴുക, പിന്നെ ആപതിക്കുന്ന അല്ലെ പതിക്കുന്ന, വീട് താഴോട്ട് വീഴുന്ന ചില പാറകളുണ്ട്. മിൻ ഖശ്യത്തിലോ, അള്ളാഹുവിലുള്ള ഭയം കാരണം. അപ്പം ഇവരെ ഹിജാറത്തിനോട് പോലും ഉപമിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഹൃദയങ്ങളെ അതിലധികം കഠിനതരമാണ് ഇസ്രായേലിയരുടെ ഹൃദയം എന്നുള്ളതാണ്. ഇപ്പോഴും ജൂത സമൂഹം അങ്ങനെ തന്നെ. എല്ലാ ജൂതന്മാരല്ല എങ്കിലും പിന്നെ നിലവിലൊരു ജൂതരാഷ്ട്രമായിട്ട് നിലനിൽക്കുന്ന ഇസ്രായേലാണ്. ഇപ്പോഴും അറബികളുടെ മണ്ണിൽ അവർ അറബികളെ പുറത്താക്കി പലസ്തീനികളെ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ആഗോളതലത്തിൽ തന്നെ മുസ്ലിങ്ങളെ ഉന്മൂലനാശം വരുത്താൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അജണ്ടകളുമായിട്ട് പ്രവർത്തിക്കുന്നത് കൂടുതലും ജൂതന്മാർ. പീഡനങ്ങളും ഖസ്വത്തുൽ ഖൽബ്, ഇത് അതേപോലെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ കുറിച്ച്, അവരുടെ ഇസ്രായേൽ സന്തതികളുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് വേറൊരു ആയത്തിൽ അള്ളാഹു പറയാണ്. കാലക്രമേണ അവരുടെ ഹൃദയങ്ങൾ കഠിനതരമായി പോയി എന്നുള്ളതിൽ അള്ളാഹു വേറൊരു ആയത്തിൽ പറയാണെന്ത്? 57-ാമത്തെ സൂറത്തിൽ 16-ാമത്തെ ആയത്ത്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ. അലം യഅനി ലില്ലദീന ആമനൂ, വിശ്വസിക്കുന്നവർക്ക്, വിശ്വാസികൾക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് അവരുടെ ഹൃദയങ്ങൾ ഖുശൂഅോടുകൂടി വരാൻ. ഖുശൂ, ഭയഭക്തിയോടുകൂടി. അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഏതാണ് ഇവിടെ? അല്ലാഹുവിന്റെ സ്മരണ, അൽ ഖുർആൻ. വമാ നസല മിനൽ ഹഖ്, സത്യമായിട്ട് അല്ലാഹു അവതരിപ്പിച്ചത് അതിലേക്ക്. വലാ യകൂനൂ, അവരാവരുത്, കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, അവർക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെ പോലെ ആവരുത്. ആരാണ് അവർക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവർ? ആരുടെ സമുദായങ്ങളാ? അവർക്ക് പറയും മൂസാ അലൈഹി ഇസ്ലാമിന്റെ സമുദായം. പിന്നീട് ഈസാ അലൈഹി ഇസ്ലാം. മൂസാ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട വേദം ഏതാണ്? തൗറാത്ത്. ഈസാ അലൈഹി ഇസ്ലാമിന് ഇൻജീൽ. അപ്പൊ അവരെ പോലെ ആവരുത്. ഫത്വാല അലൈഹിമുൽ അമദ്, അങ്ങനെ കാലം അവർക്ക് കുറെ കാലങ്ങൾ നീണ്ടു കിട്ടി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഖസത്, ഉറച്ച് കഠിനമായി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും റബല്യസ്, അതായത് അള്ളാഹുവിന് ധിക്കരിക്കുന്ന സ്വഭാവമുള്ള ഫാസിഖീങ്ങൾ, തമ്മാടികൾ, ഫാസിഖീങ്ങൾ, അള്ളാഹുവിനെ ധിക്കരിച്ചവർ ആണ്. ചില അഹ്ലി കിതാബുകാരിൽപ്പെട്ട കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്.
കാരണം അവരുടെ വേദത്തിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, നബിയെ കുറിച്ച് പരാമർശമുണ്ട്. അഹ്ലു കിതാബുകളെ കുറിച്ച് അഹ്ലു കിതാബിൽ പെട്ട പലരും വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പേരും അവരിൽ ഫാസിഖീങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഇനി ഖസ്വത്തുൽ ഖുലൂബ്, ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് വേറെ ഒരു ഹദീസ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, തുർമുദിയിലുള്ള ഹദീസാണ്, ജാമിഉ തുർമുദി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ലാ തക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ് فإن كثرة الكلام بغير ذكر الله قسوة القلب فإن أبعد الناس من الله القلب القاسي. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലാ തക്സിറുൽ കലാം, നിങ്ങൾ സംസാരം വർദ്ധിപ്പിക്കുക. വെറുതെ ഇങ്ങനെ വെറും വർത്താനം, വെറുതെ സ്വറ പറയും. ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ കൂടാ, അള്ളാഹുവിനെ സ്മരിക്കുന്ന സംസാരം. ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന നാവ്, അള്ളാഹുവിനുള്ള ദിക്ർ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്ന നാവ്, അത് അല്ല. പക്ഷെ അള്ളാഹുവിനുള്ള ദിക്ർ അല്ലാതെ നാവ് കൊണ്ട് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും. അത് എന്താണ്? അത് വർദ്ധിപ്പിക്കരുത്. വെറും വർത്താനം, വെറും വർത്താനം നിങ്ങൾ വെറും വർത്താനം ഇങ്ങനെ പറയാം. അത് ഓവറായത്, അധിക സംസാരം പാടില്ല. അള്ളാഹുവിന് ഉള്ള ദിക്ർ അല്ലാത്ത ഈ സംസാരങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, വന്യ സംസാരങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഖസ്വത്തുൽ ഖൽബ്, എന്താണത്? ഹൃദയകാഠിന്യമാണ്, ഹൃദയകാഠിന്യമാണ്. അത് ഹൃദയകാഠിന്യത്തെ ആസ്വദിക്കും. അള്ളാഹുവിൽ നിന്ന്, ജനങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകലെയുള്ളവൻ, അള്ളാഹുവിലേക്ക് അടുക്കാതെ അള്ളാഹുവിലെ നിന്ന് ഏറ്റവും അകലെയുള്ള ആൾക്കാരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും അകലമുള്ളവൻ ആരാണ്? അൽ ഖൽബുൽ ഖാസി, ഹൃദയ കാഠിന്യമുള്ളവൻ. അപ്പൊ ഹൃദയ കാഠിന്യതയ്ക്ക് കാരണമാകുമെന്ത്? അധിക സംസാരം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധികമായിട്ട് സംസാരിക്കും. അതേപോലെ വേറൊരു ഹദീസിൽ 4 കാര്യങ്ങൾ പരാജയ കാരണങ്ങളായിട്ട് പറയും. അർബഉൻ മിന ശഖാ ജുമൂദുൽ ഐൻ വഖസാവത്തുൽ ഖൽബ് വതൂലുൽ അമൽ വൽ ഹിർസു അല ദുനിയ. അർബഉൻ മിന ശഖാ, 4 പരാജയ കാരണങ്ങൾ. ജുമൂദുൽ ഐൻ, ഉറച്ച കണ്ണ്. ഉറച്ച കണ്ണാണ്, ഉറച്ച കണ്ണാണ്, കണ്ണോട് ഉറച്ചിരിക്കുന്നത് അല്ല, നല്ല അതിന്റെ സോക്കറ്റ്സിലൊക്കെ എന്താ ഉറച്ചാണ്? നിങ്ങൾക്ക് വല്ല മനസ്സിലായ? ഒന്നും മനസ്സിലായില്ലേ? ഇതുവരെ പറഞ്ഞിട്ട് കണ്ണ് പറയാം, എപ്പോഴും നോക്കിക്കോ. അതല്ല, ഉറച്ച കണ്ണാറാണ്. എന്ത് ദുരന്തം കണ്ടാലും, എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും കണ്ണ് ഉറച്ചിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാ ആ നോക്കി ഇങ്ങനെ നിൽക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്താ കണ്ണിന്ന് ഒന്നും എന്തില്ല, കണ്ണിന് എന്തില്ല? പറയും കണ്ണുനീര് വരില്ല. കാരണം എന്താ? അയാളെ കൽബെന്താ? കൽബ് കഠിനമാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടില്ല, അല്ലേ? കണ്ണിൽ നിന്ന് കണ്ണുനീർ വരില്ല. ടിയർ ഗ്ലാൻസ് വർക്ക് ചെയ്യില്ല. കണ്ണുനീർ ഗന്ധികൾ വർക്ക് ചെയ്യാതായിരിക്കും. അയാൾക്ക് എന്ത് കണ്ടാലും, എന്ത് ദുരന്തം കണ്ടാലും, എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അയാളുടെ ഹൃദയം കടുത്തത് കാരണം അതിന്റെ എക്സ്പ്രഷനായിട്ട് കണ്ണിങ്ങനെ എന്താ, കണ്ണ് ഉറച്ചിരിക്കുന്നതാണ്. കണ്ണിന്ന് വെള്ളം പൊട്ടില്ലെന്ന്, കണ്ണുനീർ വരില്ലെന്ന്. വഖസാവത്തുൽ ഖൽബ്, ഹൃദയകാഠിന്യം. വതൂലുൽ അമൽ, എന്താ, ആർത്തി, ഭയങ്കരമായിട്ട് അമൽ, ആഗ്രഹം. അത് ഈ വൽ ഹിർസു അല ദുനിയ, ഭൂമി, ഇത് ദുനിയാവ് ഇങ്ങനെ ഒരുമിച്ച് പൊട്ടണമെന്നല്ല, ദുനിയാവ് നേടണമെന്നല്ല, അതിയായ ആഗ്രഹം, ധനമോഹം, അത്യാർത്തി, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പരാജയമാണ് മനുഷ്യന് സംഭവിക്കുക. ശരി, അസ്സലാമു അലൈക്കും.